പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, ഹൃദയം നിറഞ്ഞ നമസ്കാരം. അധ്യാത്മരാമായണ പാരായണ പ്രഭാഷണ സപര്യ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഇന്ന് ഹനുമത് ബന്ധനവും തുടർന്നുള്ള ഭാഗങ്ങളുമാണ് വായിക്കുന്നത്. ഇതി ജനകവചനമലിവോടു കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ. ത്യജ മനസി ജനക തവ ശോകം മഹാമതേ, തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹിതനവനതിനില്ല സംശയം, മറ്റൊരുത്തൻ ബലാലത്ര വന്നിടുമോ. ഭയം അവനു മരണകൃതമല്ലെന്നു കാൺകിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചുകൊണ്ടിടുവൻ. ഭുവനതലമഖിലമരവിന്ദോദ്ഭവാദിയാം പൂർവദേവാരികൾ തന്ന വരത്തിനാൽ വലമധനമപിയുധി ജയിച്ച നമ്മോട് ഒരു വാനരൻ വന്നെതിരിട്ടതും അദ്ഭുതം. അതു കരുതുമളവിലിഹ നാണമാമെത്രയും ഹന്തുമശക്യോപി ഞാൻ അവിളംബിതും. അതു കരുതുമളവിലിഹ നാണമാമെത്രയും ഹന്തുമശക്യോപി ഞാൻ അവിളംബിതം. കൃതിഭിരഭി നികൃതിഭിരഭി ഛത്മനാഭി വാ കൃച്ഛ്രേണ ഞാൻ ത്വത്സമീപേ വരുത്തുവൻ. സപതി വിപതുപഗതമിഹ പ്രമദാകൃതം സമ്പദ്വിനാശകരം പരം നിർണയം. സസുഖമിഹ നിവസമയി ജീവതി ത്വം വൃഥാ സന്താപമുണ്ടാക്കരുത് കരുതുമാം. ഇതി ജനകനോടു നയസഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. രഥകവച വിശിഖധനുരാദികൾ കൈക്കൊണ്ട് രാമദൂതം ചേതുമാശു ചെന്നിടിനാൻ. ഗരുഡനിപനത ഗഗനമുൽപ്പതിച്ചിടിനാൻ. ഗർജനപൂർവകം മാരുതി വീര്യവാൻ. ബഹുമതിയുമകതളിരിൽ വന്നു പരസ്പരം ബാഹുബല വീര്യവേഗങ്ങൾ കാണുകയാൽ. പവനസുത ശിരസി ശരമഞ്ചുകൊണ്ടെയ്തിതു പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ. അഥസപതി ഹൃദി വിശിഖമെട്ടുകൊണ്ടെയ്ത് മറ്റാറാറു ബാണം പദങ്ങളിലും തഥാ. ശിതവിശിഖമധികതരമൊന്നു വാൽമേലേതു സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ. തദനു കപികുലതിലകനമ്പുകൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം. തുരകയുതരഥവും അധസ്തടുതി പൊടിയാക്കിനാൻ. ദൂരത്തു ചാടിനാൻ മേഘനിനാദനും. അപരമൊരു രഥമധിക വിതതമുടനേറി വന്ന് അസ്ത്രശസ്ത്രൗഘവരിഷം തുടങ്ങിനാൻ. രുഷിതമതിദശവദന തനയ ശരപാദേന രോമങ്ങൾ നന്നാലു കീറി കപീന്ദ്രനും. അതിനുമൊരു കെടുതിയവനില്ലെന്നു കാൺകയാൽ അംഭോജ സംഭവ ബാണമേതിടിനാൻ. അനിലജനും അതിനെ ബഹുമതിയൊടുടനാദരിച്ച് ആഹന്ത മോഹിച്ചു വീണിതു ഭൂതലേ. ദശവദന സുതൻ അനിലതനയനെ നിബന്ധിച്ച് തൻ പിതാവിൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ. പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില്ല, പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ. നളിനദലനേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം
സദാ നളിനദലനേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ അമലഹൃതി മധുമഥന ഭക്തി വിശുദ്ധരായി അജ്ഞാനകർമ്മകൃത ബന്ധനം ക്ഷണാൽ സുചിരവിരചിതമഭിവിമുച്യ ഹരിപഥം സുസ്ഥിരം പ്രാപിക്കുമൽ ഇല്ലൊരു സംശയം. ഹരിപഥം സുസ്ഥിരം പ്രാപിക്കും ഇല്ലൊരു സംശയം. രഘുതിലക ചരണയുഗമക തളിരിൽ വച്ചൊരു രാമദൂതന് ബന്ധം ഭവിച്ചിടുമോ? മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം? കപടമതി കലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരും അതി കുതുകമൊടു നിശിചരണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചതു കാരണം ബലമിയലും അമരരിപു കെട്ടിക്കിടന്നെഴും ബ്രഹ്മാസ്ത്രബന്ധനം വേർപെട്ടിതപ്പോഴേ വ്യഥയും അവനകതളിരില്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ. നിശിചരരെടുത്തുകൊണ്ടർത്തുപോകും വിധൗ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ അനിലജന നിശിചരകുലാധിപൻ മുമ്പിൽ വച്ചാതിഥേയാദിവാരാതി ചൊല്ലിയിടിനാൻ. അമിത നിശിചരവരര രണശിരസി കൊന്നവൻ ആശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ. ജനക തവ മനസ്സി സചിവന്മാരുമായി ഇനി ചെമ്മേ വിചാര്യ കാര്യം നീ വിധീയതാം. പ്ലവകകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥിവർഗത്തിനെല്ലാം ഒരന്തകൻ. നിജതനയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടാർത്തു ചൊല്ലിയിടിനാൻ. ഇവൻ ഇവിടെ വരുവതിനു കാരണമെന്തെന്നും എങ്ങു നിന്നിത്ര വരുന്നതെന്നുള്ളതും ഉപവനവും മനുഷ്യമതു കാക്കുന്നവരെയും മൂക്കോടെ മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമുടു തകർത്തു പൊടിച്ചതും തുമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനോടിന് വിനവനോട് ചോദിക്ക നീ എന്ന് ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും പവനസുതനോട് വിനയ നയസഹിതമാതരാൽ പപ്രശ്ച നീ ആരയച്ചു വന്നു കപേ. നൃപസദസി കഥയ മമ സത്യം മഹാമതേ, നിന്നെ അഴിച്ചു വിടുന്നുണ്ടോ നിർണയം? ഭയമഖിലമകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കുമി സഭ പാർക്ക നീ. അനൃതവചനവും അമലധർമ്മ കർമ്മങ്ങളും അത്ര ലങ്കേശരാജ്യത്തിങ്കലില്ലടോ. നിഖില നിശിചരകുലബലാധിപൻ ചോദ്യങ്ങൾ നിധിയോടെ കേട്ടു വായുതനയനും മനസ്സി രഘുകുലവരനെ മുഹുരപി നിരൂപിച്ച് മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. സ്ഫുടവചനമതി വിശദമിതി ശൃണു ജളപ്രഭോ, പൂജ്യനാം രാമദൂതൻ ഞാൻ അറിക നീ. ഭുവനപതി മമപതി പുരന്ദര പൂജിതൻ, പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ, ഭുജഗകുലപതി ശയനനമലനഖിലേശ്വരൻ, പൂർവദേവാരാധി ഭുക്തിമുക്തിപ്രദൻ, പുരമദന ഹൃദയമണി നിലയന നിവാസിയാം ഭൂതേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ, ഭുജഗകുലരിപുമണി രഥധ്വജൻ മാധവൻ, ഭൂപതി ഭൂതി വിഭൂഷണ സംമിതൻ. നിജജനകവചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു. ജനകജയും അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടീലേ. തവ മരണമിക വരുവതിനൊരു കാരണം താമരസോത്ഭവ കൽപ്പിതം കേവലം. തദനു ദശരഥതനയനും മതംഗാശ്രമേതാപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ.
തപനതനയനുടനല സാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുതനയൊരു ബാണേന കൊന്നുടൻ അർക്കാത്മജന്നു കിഷ്കിന്ധയും നൽകിനാൻ. അടിമലരിൽ അവനു മനമഴകിനൊടു ചെയ്തവൻ ആധിപത്യം കൊടുത്താതി തീർത്തിയിടിനാൻ. അതിനവനും അവനിതനയാന്വേഷണത്തിനായി ആശകൾ തോറും ഏകൈക 100,000 പ്ലവകകുല പരിവൃഢരിലെ കുതരമയച്ചതിൻ ഏകനഹം ഇഹ വന്നു കണ്ടേടിനേൻ. വനജ വിടപികളെ ഉടനുടനിക തകർത്തതും വാനരവംശ പ്രകൃതിശീലം വിഭോ. ഇകലിൽ നിശിചരവരരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയമകതളിരില്ലയാതെ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം. ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി ത്വദ്ഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം. ദശനിയുത ശതവയസി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ. തവ തനയ കരകളിത വിധി വിശിഖപാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാൽക്ഷണം. കമലഭവമുഖസുരവര പ്രഭാവേന മേ കായത്തിനേതുമേ പീഡയുണ്ടായി വരാ. പരിഭവവും ഒരു പൊഴുതു മരണവും അകപ്പെടാ ബദ്ധഭാവേന വന്നിടിനേൻ അത്ര ഞാൻ. അതിനും ഇത് പൊഴുതിലൊരു കാരണമുണ്ട് കേൾ. അദ്യഹിതം തവ വക്തുമുദ്യക്തനായി അകതളിരിൽ അറിവ് കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം. അതു ജഗതി കരുതു കരുണാത്മനാം ധർമ്മമെന്നാത്മോപദേശം അജ്ഞാനിനാം മോക്ഷദം. മനസ്സി കരുതുക ഭുവനഗതിയ വഴിയേ ഭവാൻ മഗ്നനായിടൊല മോഹമഹാംബുധൗ. ത്യജ മനസ്സി ദശവദന രാക്ഷസിം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടു നീ. അതു ജനന മരണ ഭയനാശിനി നിർണയം. അന്യയായുള്ളതു സംസാരകാരിണി അമൃതഘന വിമല പരമാത്മബോധോചിതം. അത്യുത്തമാന്വയോദ്ഭൂതനല്ലോ ഭവാൻ. കമലഭവസുത തനയ നന്ദനനാകയാൽ കർപ്പുരഭാവം പരിഗ്രഹിക്കായിക നീ. ധനുജസുര മനുജ ഖഗമൃഗ ഭുജഗഭേദേന ദേഹാത്മബുദ്ധിയെ സന്ധ്യജിച്ചിടു നീ. പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറികടോ. അമൃതമയൻ അജൻ അമലൻ അദ്വയൻ അവ്യയൻ ആനന്ദപൂർണനേകൻ പരൻ കേവലൻ. നിരുപമൻ അമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിഗമവര നിലയനൻ അനാദ്യൻ ആദ്യൻ വിഭു നിത്യൻ നിരാകാരനാത്മാ പരബ്രഹ്മം. വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്തവേദ്യൻ അവേദ്യൻ അജ്ഞാനിനാം. സകല ജഗതിതമറിക മായാമയം പ്രഭോ സച്ചിന്മയം സത്യബോധം സനാതനം. ജഡമഖില ജഗതിദം അനിത്യമറിക നീ ജന്മജരാമരണാദി ദുഃഖാന്വിതം. അറിവതിനു പണി പരമപുരുഷമറിമായങ്ങൾ ആത്മാനമാത്മാനം കണ്ടു തെളിക നീ. പരമഗതി വരുവതിനു പരമൊരുപദേശവും പാർത്തു കെട്ടിയിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ. അനവരതമകതളിരിലി അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്നു നിർണയം. അകമലരും അകമകലും അളവതി വിശുദ്ധമായി ആശു തത്വജ്ഞാനവും ഉദിക്കും ദൃഢം. വിമലതര മനസി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദ അനുഭൂതിയാൽ. രജനിചരവനദഹന മന്ത്രാക്ഷരദ്വയം രാമരാമേതി സദൈവ ജപിക്കയും. രതിസപതി നിജഹൃതി വിഹായ നിത്യം മുദാരാമപദധ്യാനമുള്ളിലുറയ്ക്കയും. അറിവു ചെറുതകതളിരിലൊരു പുരുഷനുണ്ടെങ്കിൽ ആഹന്ത വേണ്ടുന്നതാകയാൽ ആശു നീ.
ഭജഭവ ഭയാപഹം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപദാംബുജം മധുമദന ചരണ സരസിജയുകളവാശു നീ മൗഢ്യം കളഞ്ഞു ഭജിച്ചുകൊണ്ടേടോ. കുസൃതികളും ഇനി മനസ്സി കനിപൊടു കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കു നീ. പരധന കളത്രമോഹേന നിത്യം വൃഥാ പാപമാർജിച്ചു കീഴ്പോട്ടു വീണീടൊല. നളിനതല നയനം അഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപുരുഷം പരമാത്മാനം അദ്വയം ഭക്തിവിശ്വാസേന സേവിക്കു സന്തതം. ശരണമിതി ചരണകമലേ പതിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ച് സന്തുഷ്ടനായി. കലുഷമനവധി ചടിതി ചെയ്തിതെന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ. രഘുപതിയെ മനസ്സി കരുതുകിലവന് ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ. സനകമുഖമുനികൾ വചനങ്ങളിതോർക്കടോ സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം. അമൃതസമവചനമിതി പവനതനയോദിതം അത്യന്തരോഷേണ കേട്ടു ദശാനനൻ. നയനമിരുപതിലും അത കനൽ ചിതറുമാറുടൻ നന്നായുരുട്ടി മിഴിച്ചു ചൊല്ലിയിടിനാൻ. തിലസദൃശം ഇവനയിന് വെട്ടി നുറുക്കുവിൻ ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ. മമ നികടഭുവി വടിവോടൊപ്പമിരുന്ന് മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ. ഭയവും ഒരു വിനയവും ഇവന്നു കാണാനില്ല പാപിയായൊരു ദുഷ്ടാത്മാ ഷഠനിവൻ. കഥയമമ കഥയമമ രാമനെന്നാരു ചൊൽ കാനനവാസി സുഗ്രീവനെന്നാരടോ. അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ. ദശവദന വചനമിത് കേട്ടു കോപം പൂണ്ട് ദന്തം കടിച്ചു കപീന്ദ്രനും ചൊല്ലിനാൻ. നിനവു തവ മനസ്സി പെരുതെത്രയും നന്ന് നീ നിന്നോടെതിരൊരു 100,000 രജനിചര കുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാർ ഒരുമിച്ചെതിർത്തിയിടിലും നിയതമിതു മമ ചെറുവിരൽക്കു പോരാ. പിന്നെ നീ എന്തു ചെയ്യുന്നിതെന്നോട് കശ്മല. പവനസുത വചനമിതു കേട്ടു ദശാസ്യനും പാർശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിയിടിനാൻ. ഇവിടെ നിശിചരൊരുവരായുധപാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ. അതു പൊഴുതിലൊരുവൻ അവനോടടുത്തിടിനാൻ. അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ അരുതരുത് ദുരിതമിത് ദൂതനെ കൊല്ലുകെന്ന് ആർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിയിടുവാൻ. ഇവനെ വയം ഇവിടെ വിരവോടു കൊന്നിടിനാൽ എങ്ങനെ അങ്ങറിയുന്നിതു രാഘവൻ. അതിന് പുനരിവനൊരടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണം അതല്ലോ നൃപോചിതം. ഇതി സദസി ദശവദന സഹജ വചനേന താനെങ്കിലതെങ്ങനെ ചെയ്യുന്നു ചൊല്ലിനാൻ. വദനമപി കരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. വയമതിനു ചടുതി വസനേന വാൽവേഷ്ടിച്ച് വന്നി കൊളുത്തി പുരത്തിലെല്ലാടവും രജനിചര പരിവൃഢരെടുത്തു വാദ്യം കൊട്ടി. രാത്രിയിൽ വന്നൊരു കള്ളൻ എന്നിങ്ങനെ നിഖിലദിശി പലരും ഇഹ കേൾക്കുമാർ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലഹതകനിവൻ അറിക നിസ്തേജനെന്ന് തൽക്കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം. തിലരസകൃതാതി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതെരെ ചുറ്റും ദശാന്തരേ. അതുലബലൻ അചലതരം അവിടെ മരുവീടിനാൻ. അത്യായത സ്ഥൂലമായതുവാൽ തഥാ വസനഗണമഖിലവും ഒടുങ്ങിച്ചമഞ്ഞത് വാലും അതീവ ശേഷിച്ചതു. പിന്നെയും
നിഖില നിലയന നിഹിത പട്ടാംബരങ്ങളും നീളത്തിരഞ്ഞുകൊണ്ടെന്ന് ചുറ്റിയിടിനാർ. അതും ഉടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവ് അങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ. തിലജഹൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുകജാലവും ചുറ്റിനാർ. നികൃതി പെരുതിവന് വസനങ്ങളിൽ ഒന്നിനി സ്നേഹവും എല്ലാം ഒടുങ്ങീത ശേഷവും. അലമലമിതമലനിവൻ എത്രയും ദിവ്യൻ ഇതാർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ. അനലമിക വസനമിത് അനലമിക വാലതിക്കാശു കൊളുത്തുവിൻ വൈകരുതേതുമേ. പുനരവരും അത് പൊഴുതു തീ കൊളുത്തിടിനാർ. പുച്ഛാഗ്രദേശേ പുരന്തരാരാദികൾ ബലസഹിതം അബലമിവരജ്ജുഖണ്ഡം കൊണ്ടു ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കവിവരം. കിതവമതികളും ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാ രവമരം ഗത്വാ പുരവരം. പറകളയും ഉടനുടൻ അറിഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം. പവനജനും അതികൃശ ശരീരനായിടിനാൻ. പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു. ബലമുടവൻ അതിചപലം അചല നിപഗാത്രനായി ബന്ധവും വേർപെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ. ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ. വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയൊടുരസുമടവുയരമിയലും നേരം ഉത്തുംഗ സൗധാഗ്രമേറി മേവീടിനാൻ. ഉദവസിത നികരം ഉടനുടൻ ഉപരിവേഗമോടുൽപ്ലുത്യ പിന്നെയും ഉൽപ്ലുത്യ സത്വരം. കനകമണിമയ നിലയമഖിലം അനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും. പ്രകൃതി ചപലതയുടവൻ അചലമോരോ മണിപ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുരകരഥബലപദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യകർമ്മ്യങ്ങളും അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞ് അഹന്ത വിഷ്ണുപദം ഗമിച്ചു. തഥാ വിഭുതപതിയൊടു നിശിചരാലയം വെന്തൊരു വൃത്താന്തം എല്ലാം അറിയിച്ചു കൊള്ളുവാൻ. അഹമഹമികാധിയ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുദാ. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചിതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിത് അദ്ഭുതം. വളരെ മനോഹരമായൊരു ഭാഗത്തിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വിഭുതപതിയോട് നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ. ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ എന്നെ സ്വാധീനിച്ച ഒരു വരിയാണത്. കോളേജിൽ പഠിക്കുന്ന MA പഠിക്കുന്ന കാലത്ത് സുന്ദരകാന്ഡം സിലബസിലുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്തുടരാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. എങ്കിലും അന്നത്തെ എൻ്റെ അധ്യാപകർ പഠിപ്പിച്ചെനിക്കെന്നും ഓർമ്മയുണ്ട്. 2 അധ്യാപകരാണ് എന്നെ അത് പഠിപ്പിച്ചിരുന്നത്. രണ്ടുപേരും 2 ഇടങ്ങളിലായി. രണ്ടുപേരും വളരെ ഗംഭീരമായി ഇത് പഠിപ്പിച്ചു. അതിൽ അവർ രണ്ടുപേരും പറഞ്ഞ കാര്യം, എഴുത്തച്ഛൻ്റെ അലങ്കാര പ്രയോഗങ്ങളോ മറ്റ് ഭാഷാ പ്രയോഗങ്ങളോടൊപ്പം തന്നെ എഴുത്തച്ഛൻ ദൃശ്യവൽക്കരണക്ഷമത എത്രത്തോളം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ശ്രീകൃഷ്ണനെക്കുറിച്ച് പറഞ്ഞെടുത്ത്, എൻ്റെ ഹൃദയം തന്നിലങ്ങിരിക്കും പോലെ ആ മണിവർണ്ണൻ തന്നെ തെളിഞ്ഞ് കണ്ടു ഞാൻ എന്നാണല്ലോ. ആ ഒരു വിഷ്വലൈസിങ് ഇഫക്റ്റാണ് എഴുത്തച്ഛൻ്റെ ഏറ്റവും വലിയ മറ്റു പ്രത്യേകത. ദേവേന്ദ്രനോട് ലങ്ക വെന്തു എന്ന് പറയാൻ വേണ്ടി ദേവേന്ദ്രനോട് എന്തിനാ പറയുന്നത്? ദേവേന്ദ്രനെ കീഴ്പ്പെടുത്തിയ ഒരാളെ ഉള്ളൂ, അത് രാവണൻ്റെ കുടുംബമാണ്. അപ്പോൾ ഈ രാവണൻ്റെ നാശം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദേവേന്ദ്രനായിരിക്കും. അപ്പോൾ വിഭുതപതിയോടാണ് പറയാൻ പോകുന്നത്. ദേവേന്ദ്രനോട് ലങ്ക വെന്തു എന്ന വാർത്ത ആദ്യം ഞാൻ പറയും എന്ന് മത്സരബുദ്ധിയോടുകൂടി തീജ്വാലകൾ മേലേക്ക് പൊങ്ങി എന്ന് വെച്ചാൽ അത്രത്തോളം ഗംഭീരമായി തീ പിടിച്ചു എന്നാണ്. ദേവലോകത്തോളം എത്തത്തക്ക തരത്തിൽ തീ പിടിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ഈ ദുഷ്ടവികാരങ്ങളുടെ ഈറ്റില്ലമാണ് ലങ്ക. ആ ലങ്കയെ ദുഷ്ടവികാരങ്ങൾക്ക് തീ കൊടുക്കുന്നവനാണ് യോഗി.
ആഗമതത്വവേദി എന്നോ യോഗി എന്നോ യമി എന്നോ ഒക്കെ പറയാവുന്ന ആളാണ്. അങ്ങനെയുള്ള ആളാണ് ഹനുമാൻ. അവിടെ ഫിസിക്കലായിട്ട് അവിടെ നേരെയുള്ള അർത്ഥത്തിൽ വാചാർത്ഥത്തിൽ തീ പിടിപ്പിച്ചു എന്ന് മാത്രമല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. ആ രാവണൻ്റെ ദുഷ്ടതയാൽ കലുഷിതമായിരുന്ന ലങ്കയ്ക്ക് തീ കൊണ്ട് ശുദ്ധി ഉണ്ടായി. തീയുടെ മാത്രം, പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ മാത്രം പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് മറ്റുള്ളതിനെ ശുദ്ധിയാക്കുന്നതോടൊപ്പം സ്വയം ശുദ്ധമായിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഹോമങ്ങൾക്കെല്ലാം അഗ്നി ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. വെള്ളത്തെ പോലെ നമ്മളെ ശുദ്ധീകരിച്ചതിന് ശേഷം വെള്ളം അഴുക്കാവുന്നില്ല. വായുവിനെ പോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നില്ല. മറിച്ച് അഗ്നി സ്വയം ശുദ്ധമാവുകയും കൂടി ചെയ്യുന്നു. സ്വയം ശുദ്ധമാകുന്നവനാണ് യോഗി. അങ്ങനെയുള്ള ഹനുമാനാണ് ലങ്കയിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹനുമാനെ സംബന്ധിച്ച് ഒരു ബന്ധനവും ബന്ധനമല്ല, പാശബന്ധനമൊന്നും ബന്ധനമേ അല്ല. അതിൽ നിന്ന് വിടുതൽ നേടാൻ ഹനുമാൻ എളുപ്പമാണ്. അങ്ങനെ ഞാനിവിടെ വന്നു എന്ന് അറിയിച്ചിട്ട് തിരിച്ചു പോകുന്നവനാണ് ഹനുമാൻ. ദൂതൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ദൂതൻ വരികയും ദൂതൻ്റെ സ്വക്ഷേത്ര ബലം അവിടെ കാണിക്കുകയും അതുപോലെ തന്നെ താൻ ആരുടെ ദൂതനാണ് എന്ന് അറിയിക്കുകയും അനന്തരഫലം എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്ന വലിയ ദൗത്യം അനുഷ്ഠിച്ച ദൂതനാണ് ഹനുമാൻ. അതുകൊണ്ടാണ് ഹനുമാൻ ഭക്തോത്തംസമായ ദൂതനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. തുടർന്ന് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.